അടുത്ത വർഷം ലോകശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ ബ്രാൻഡ് ചെയ്യുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. CBL 4ാം സീസണിന്റെയും കോട്ടയം മത്സരവള്ളങ്ങളുടെയും ഉദ്ഘാടനം താഴത്തങ്ങാടിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തീരദേശ ജില്ലകളെ പങ്കെടുപ്പിച്ച് CBL സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ടൂറിസം ഉൽപ്പന്നമെന്ന നിലയിൽ വലിയ തോതിലുള്ള പിന്തുണയാണ് സർക്കാർ വള്ളംകളിക്ക് നൽകുന്നത്. വള്ളംകളി നടക്കുന്ന മേഖലയിലെ ടൂറിസത്തിന് വളരെയധികം വളർച്ചയുണ്ടായിട്ടുണ്ട്. വിദേശ ടൂർ ഓപ്പറേറ്റർമാരെ കൂടി പങ്കെടുപ്പിച്ച് CBLന്റെ ബ്രാൻഡിംഗ് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വലിയ നിലയിൽ താല്പര്യപ്പെടുന്ന അവരെ ആകർഷിക്കുന്ന കായിക വിനോദമാണ് വള്ളംകളി. ഒരു ടൂറിസം ഉൽപ്പന്നം എന്ന നിലയിൽ വള്ളംകളിയെ വലിയ നിലയിൽ പ്രൊമോട്ട് ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന് വലിയ പ്രചാരം ലഭിച്ചു കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് വള്ളംകളിയെ സംയോജിപ്പിച്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് രൂപം നൽകിയത്. ഈ മേഖലയിലെ ടൂറിസം സംവിധാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് വള്ളംകളി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് CBLന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അന്താരാഷ്ട്ര പ്രശസ്തി നേടുന്ന നിലയിലേക്ക് വള്ളംകളിയെ വളർത്താനും CBLലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. പൊതുവെ ആ നിലയിലുള്ള മാർക്കറ്റിംഗാണ് സംഘടിപ്പിക്കുന്നത്. വള്ളംകളി നടത്തുന്ന പ്രദേശങ്ങളിലെ ടൂറിസം മേഖലയ്ക്ക് ആകെ ഉണർവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. ഇതിനെ ഉപയോഗപ്പെടുത്താൻ കൂടി CBL വഴി സാധിക്കും. അടുത്ത വർഷം ലോകത്തെ ആകെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് CBLനെ ബ്രാൻഡ് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നുള്ള സന്തോഷകരം കൂടി നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബറിൽ നടക്കേണ്ട CBL തുടങ്ങാൻ വൈകിയത്. വേദികളുടെ എണ്ണം 6 കുറച്ചെങ്കിലും സമ്മാന തുകയിലോ ഇൻസെന്റീവിലോ കുറവ് വരുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടനത്തെ തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ മാസ് ഡ്രിൽ നടന്നു. ജലഘോഷയാത്ര അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഫ്ലാഗ് ഓഫ് ചെയ്തു. ജില്ലാ കളക്ടറും CBL ജനറൽ കൺവീനറുമായ ജോൺ വി സാമുവൽ പതാക ഉയർത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ P വിഷ്ണുരാജ്, ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദ്, കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA. KCV ന്യൂസിന്റെ വെട്ടിത്തുറന്നു എന്ന ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു MLA ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിലെ മറ്റു പട്ടണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചങ്ങനാശ്ശേരി പിന്നിലാണെന്ന നിലപാടെടുത്ത് KCV ന്യൂസ് പ്രതിനിധി ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA അവകാശപ്പെട്ടത്. സാറേ, ഈ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങയോട് ചോദിക്കുന്നത്, ഈ ചങ്ങനാശ്ശേരിയെക്കുറിച്ച് ഒരു പരാതിയുണ്ട്. കേരളത്തിലെ മറ്റ് പട്ടണങ്ങളിലെ പോലെ ഒരു അടിസ്ഥാന സൗകര്യ വികസനം ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടില്ല എന്നൊരു ഒരു അഭിപ്രായമുണ്ട്. സാറ് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ MLA ആയ കാലം 3 വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി വികസന പ്രവർത്തനം ഒത്തുമേ ഇല്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം, ചങ്ങനാശ്ശേരി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ടെൻഡറിലേക്ക് വരുന്നു. ആരോഗ്യ രംഗത്ത് 80 കോടി രൂപ മുടക്കി പുതിയ ഗവൺമെൻറ് ആശുപത്രിക്ക് 5 നിലയുള്ള കെട്ടിടം, 4 മൈനർ ഓപ്പറേഷൻ തിയേറ്ററും 4 മേജർ ഓപ്പറേഷൻ തിയേറ്ററും 1 മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ ഹീമോതെറാപ്പിയും അതോടൊപ്പം ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിന് കൂടിയുള്ള പുതിയ സംവിധാനം വരികയാണ്. അതോടൊപ്പം തന്നെ പെരുന്നയിൽ ചങ്ങനാശ്ശേരി പട്ടണത്തിലെ ജനങ്ങൾക്ക് വെള്ളമില്ലായിരുന്നു. അത് എത്തിക്കാൻ വേണ്ടി പെരുന്നയിൽ നമ്മളിപ്പം 10 കോടി രൂപ മുടക്കി അവിടെ 10 ലക്ഷം ലിറ്ററിൻ്റെ ഓവർഹെഡ് ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അവിടെ ആ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഓഫീസെല്ലാം നമ്മുടെ ചെറുകരക്കുന്നിൽ നിന്ന് പെരുന്നയിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചു. എനിക്ക് തോന്നുന്നത് 1-2 മാസത്തിനായി ഉദ്ഘാടന കാര്യം നടക്കും. അപ്പം സമാനതകളില്ലാത്ത വികസനം, അതാണ് എൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, നമ്മുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ കാര്യം എടുത്താൽ പുതിയ ഫ്ലൈ ഓവർ നമ്മുടെ ബൈപ്പാസിലേക്ക് വരികയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ബൈപ്പാസ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ എല്ലാ രീതിയിലും ആധുനികവൽക്കരിച്ചുകൊണ്ട് കൂടി അവിടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. മുനിസിപ്പൽ സ്റ്റേഡിയം, ജനറൽ ആശുപത്രി, ഫ്ലൈ ഓവർ, കുടിവെള്ളം, വിവിധ റോഡുകൾ
തുടങ്ങിയ പദ്ധതികളെ ഉദാഹരിച്ചുകൊണ്ടായിരുന്നു MLAയുടെ മറുപടി. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLAയുമായി നടത്തിയ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയുടെ പൂർണ്ണരൂപം ഈ വാർത്താ ബുള്ളറ്റിന് ശേഷം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. നെല്ലുവില അടിയന്തരമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്ന് ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി കെ ഗോപകുമാർ. സംസ്ഥാന സർക്കാർ 4 വർഷമായി നെല്ലുവില വർദ്ധിപ്പിക്കാത്തതിലും കേന്ദ്രം വർദ്ധിപ്പിച്ച തുക സംസ്ഥാന വിഹിതത്തിൽ വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം നടന്ന കുട്ടനാട് IRC യോഗം താൻ ബഹിഷ്കരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം 13-ാം തീയതി തിരുവനന്തപുരത്ത് ലേബർ കമ്മീഷണറേറ്റിൽ വെച്ച് ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ കുട്ടനാട് IRC യോഗം കൂടുകയുണ്ടായി. പ്രസ്തുത IRC യോഗത്തിൽ നിന്നും കർഷക പ്രതിനിധി ആയ എനിക്ക് ബഹിഷ്കരിക്കേണ്ടതായ സാഹചര്യമുണ്ടായി. അതിനുണ്ടായ കാരണവും ഞാൻ ആ യോഗത്തിൽ വിശദീകരിച്ചു. കഴിഞ്ഞ 4 വർഷമായി കർഷകരുടെ നെല്ലുവില 1 രൂപ പോലും സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ച് നൽകിയ 4 രൂപ 32 പൈസ അത് സംസ്ഥാന വിഹിതത്തിൽ വെട്ടിക്കുറയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇന്ന് യഥാർത്ഥത്തിൽ 32 രൂപ 52 പൈസ നെല്ലിന് വില കർഷകർക്ക് കിട്ടേണ്ടതാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം വരെയുള്ള 3 രൂപ 17 പൈസ വർധനവ് കേന്ദ്ര സർക്കാർ റെഡി ക്യാഷ് നൽകി വർദ്ധിപ്പിച്ചത്. ആ തുക കൊണ്ട് കർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടം എത്രയാണെന്നറിയാമോ? 355 കോടി രൂപയാണ്. അതായത് കേന്ദ്ര സർക്കാർ റെഡി ക്യാഷ് നൽകുന്ന ഈ തുക സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചിട്ട് സംസ്ഥാന വിഹിതത്തിൽ കുറച്ച് ആണ് കർഷകർക്ക് നൽകുന്നത്. 4 വർഷമായി 1 രൂപയുടെ പോലും വർധനവ് നെല്ലുവിലയിൽ സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടില്ലെന്ന് IRC യോഗത്തിൽ താൻ ചൂണ്ടിക്കാട്ടിയതായി ഗോപകുമാർ പറഞ്ഞു. സംഭരണം നടന്ന 6 മാസം കഴിഞ്ഞാണ് കർഷകർക്ക് നെല്ലുവില ലഭിക്കുന്നത്. പ്രൊഡക്ഷൻ ബോണസോ പമ്പിംഗ് സബ്സിഡിയോ ലഭിക്കുന്നില്ല. കൃഷിനാശത്തിന്റെ കുടിശ്ശിക നൽകുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷമാണ് പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീന്റെ അധ്യക്ഷതയിൽ കർഷക തൊഴിലാളികളുടെയും ചുമട്ടുതൊഴിലാളികളുടെയും കൂലി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന IRC യോഗമാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കർഷക പ്രതിനിധിയായി പങ്കെടുത്ത കെ ഗോപകുമാർ ബഹിഷ്കരിച്ചത്. എറണാകുളം സമസ്ത കേരള സാഹിത്യ പരിഷത്തും കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിലും സംയുക്തമായി അയ്യപ്പ പണിക്കർ സ്മൃതി സംഘടിപ്പിച്ചു. കവിയുടെ ജന്മദേശമായ കാവാലത്തായിരുന്നു പരിപാടികൾ. അയ്യപ്പ പണിക്കരുടെ വീടിന് സമീപമുള്ള കാവാലം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച രാവിലെ 10-ന് പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു. അവിടുത്തെ PTA താല്പര്യം അനുസരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും താല്പര്യം അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യാൻ പറ്റില്ല, കാര്യം ചെയ്യാനൊരു ചുമരെങ്കിലും വേണ്ടേ? അതുപോലും ഇല്ലാത്തൊരു സ്കൂളിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടെന്ന് ഞാനീ പറയുന്നത്. ഒരു സ്കൂളിൻ്റെ ചുറ്റുമതിൽ പോലും ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ 2 വരി എഴുതി വയ്ക്കത്തക്ക രീതിയിൽ അദ്ദേഹം സാംസ്കാരിക കേരളത്തിൻ്റെ ഓർമ്മയിൽ ഉണ്ട് എന്നുള്ളതാണ്. അടയാളപ്പെടുത്തി വയ്ക്കുക, അത് നമ്മുടെ ഒരു കടമയാണ്. ഇവിടെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചതെന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. ഇപ്പം രാജാ രവിവർമ്മയുടെ എവിടെ സംസ്കരിക്കുന്നുള്ളത് കണ്ടെത്തിയത് ശ്രീമൂലനഗരം മോഹൻ അടക്കമുള്ള ആൾക്കാരാണ്. അവിടെ അതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കാൻ അവരനുഭവിച്ച പാടൊരു പക്ഷേ അദ്ദേഹം പറയുമായിരിക്കും. കേസിനെ അഭികരിച്ചിട്ടാണ്, സിവിലായിട്ടും ക്രിമിനലായിട്ടുള്ള കേസിനെ അഭികരിച്ചിട്ടാണ് അവിടെ ആ സ്മാരക ഫലകം സ്ഥാപിക്കാൻ സാധിച്ചത്. ഇടപ്പള്ളി രാഘവൻ പിള്ളയെ കൊല്ലത്ത് സംസ്കരിച്ച സ്ഥലം കണ്ടുപിടിക്കുന്നത് ഞാനാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, രമണൻ വായിച്ചപ്പോൾ അതിനകത്ത് 2 വരിയുണ്ടല്ലോ, മാനസം കല്ലുകൊണ്ടല്ലാത്തതായുള്ള മാനവരാരാനുമുണ്ടെന്നിരിക്കുകയിൽ ഈ കല്ലറതൻ ചവിട്ട് പഠിക്കൽ അല്പം വരുന്ന കരഞ്ഞേച്ച് പോകണേ എന്നുള്ള വരിയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ ധാരണ, കുട്ടിക്കാലത്ത് നമ്മുടെ ധാരണ എന്ന് പറഞ്ഞാൽ രമണൻ എന്ന് പറയുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയും മദനൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൃഷ്ണപിള്ളയാണെന്നാണ്. പിന്നെ നമ്മുടെ വായനയിൽ അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്, എങ്കിലും പോട്ടെ, അങ്ങനെയാണ്. അനുസ്മരണ സമ്മേളനത്തിൽ സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി ഡോക്ടർ നെടുമുടി ഹരികുമാർ അധ്യക്ഷനായിരുന്നു. കുട്ടനാട് താലൂക്ക് ഗ്രന്ഥശാല സംഘം സെക്രട്ടറി KG മോഹനൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ PU അമീർ, ഡോക്ടർ കായംകുളം യൂനുസ്, ശ്രീമൂലനഗരം മോഹൻ, സ്കൂൾ പ്രിൻസിപ്പൽ V ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം അയ്യപ്പ പണിക്കരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിദഗ്ധർ പ്രഭാഷണങ്ങൾ നടത്തി. കവിതകളുടെ ആലാപനവും കാർട്ടൂൺ കവിതകളുടെ രംഗാവിഷ്കാരവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. വൃശ്ചികപ്പുലരിയിൽ ശബരിമലയിൽ 10,000-ങ്ങൾക്ക് ദർശന പുണ്യം. പുതിയതായി ചുമതലയേറ്റ ശബരിമല മേൽശാന്തി അരുൺ നമ്പൂതിരിയാണ് ശ്രീകോവിൽ നട തുറന്നത്. പുലർച്ചെ 3-ന് ക്ഷേത്രനട തുറന്നപ്പോൾ മുതൽ തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. അയ്യപ്പനെ തൊഴാനെത്തിയ ഭക്തർക്ക് വൃശ്ചികപ്പുലരിയിൽ ശബരിമലയിൽ ദർശന പുണ്യം. രാവിലെ തന്നെ ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്.
തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിലായിരുന്നു നട തുറന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗങ്ങളായ അഡ്വക്കേറ്റ് A അജികുമാർ, G സുന്ദരേശൻ തുടങ്ങിയവരും രാവിലെ ദർശനത്തിനെത്തിയിരുന്നു. മാളികപ്പുറം ക്ഷേത്രനട മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയാണ് തുറന്നത്. ദർശനത്തിനായി എത്തിയവരിലേറെയും തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരായിരുന്നു. ഭക്തരുടെ നീണ്ട നിര വലിയ നടപ്പന്തലിലും സോപാനത്തും പുലർച്ചെ 3 മണിക്ക് തന്നെ ഇടം പിടിച്ചു. രാവിലെ 3 മണിക്ക് തുറന്ന ശ്രീകോവിൽ നട ഉച്ചയ്ക്ക് 1 മണിക്ക് അടച്ചു. തുടർന്ന് വൈകുന്നേരം 3 മണിക്കാണ് വീണ്ടും തുറന്നത്. അയ്യപ്പ ഭക്തർക്ക് സുഖദർശനത്തിനായി മികച്ച ക്രമീകരണങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല അയ്യപ്പ സേവാ സമാജം കുട്ടനാട് താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷന് സമീപം ശബരിമല ഇടത്താവളം പ്രവർത്തനം ആരംഭിച്ചു. വ്രതശുദ്ധിയോടെ ശബരിമല ദർശനത്തിനായി യാത്ര ചെയ്യുന്ന അയ്യപ്പ ഭക്തർക്ക് ശുദ്ധമായ ഭക്ഷണവും വിശ്രമവും മറ്റ് അത്യാവശ്യ സഹായങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടത്താവളത്തിന്റെ പ്രവർത്തനം. ശനിയാഴ്ച രാവിലെ 11-ന് ശബരിമല ആദ്യ പുറപ്പെടാ മേൽശാന്തി ബ്രഹ്മശ്രീ കണ്ടിയൂർ ഗോവിന്ദൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന സഭയിൽ ശബരിമല അയ്യപ്പ സേവാ സമാജം കുട്ടനാട് താലൂക്ക് പ്രസിഡന്റ് KP സുകുമാരൻ കുന്നങ്കരി അധ്യക്ഷനായി. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാവരുടെയും സമ്മതവും അനുഗ്രഹത്തോടെ ആ കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. അയ്യപ്പന്മാർ വരുന്നുണ്ട് ശബരിമലയ്ക്ക്. അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുക എന്നത് അതൊരു മഹത്തായ കാര്യം തന്നെയാണ്. അതിനൊരു പുതിയ കേന്ദ്രം കൂടി ഉണ്ടായി എന്ന് മാത്രം. കുട്ടനാട് വളരെ പ്രസിദ്ധമായ ഈ കുട്ടനാട്ടിൽ ഇന്നു തൊട്ട് ആരംഭിക്കുന്ന ഈ സേവന കേന്ദ്രം ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാം ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് പ്രവർത്തിച്ചു തുടങ്ങാം. ഗുരുസ്വാമിമാരെ ചടങ്ങിൽ ആദരിച്ചു. അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി VK വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. അയ്യപ്പധർമ്മം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം തന്നെയാണ്. സനാതനധർമ്മത്തിൽ നമ്മൾ പറയും ഈശാവാസ്യമിതം സർവം. ഈ തോളിലും തെരുവിലും എല്ലാം ഈശ്വരൻ. അതേപോലെ തന്നെയാണ് എല്ലാം അയ്യപ്പൻ, എല്ലാത്തിനും അയ്യപ്പൻ. അത് തന്നെയാണ്. അപ്പോൾ ആ ധർമ്മം പ്രചരിപ്പിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അയ്യപ്പൻ്റെ ഒരു സവിശേഷത, അയ്യപ്പൻ ഭേദവ്യത്യാസമില്ലാത്തൊരു ദേവതയാണ്. എല്ലാം അയ്യപ്പൻ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും എല്ലാ തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉച്ചനീചത്വങ്ങളും എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് പോലും വൃശ്ചികമൊന്നായാൽ മുദ്ര ധരിച്ച് എല്ലാവരും സ്വാമിയെ ശരണമയ്യപ്പ, ആരെയും പ്രത്യേകം ഒന്നും നോക്കാതെ എല്ലാം അയ്യപ്പനാണ്. ആ രീതിയിൽ ഏകതയുടെ, ഒരുമയുടെ, ഐക്യത്തിൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും ഒന്നിച്ചു വരുന്ന പവിത്രമായ സങ്കേതമാണ് ശബരിമല. അയ്യപ്പ സേവാ സമാജം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അനിൽ സ്വാമി, കുട്ടനാട് താലൂക്ക് സെക്രട്ടറി സന്തോഷ് ഭാസ്കരൻ, ട്രഷറർ R രതീഷ്, മോഹനചന്ദ്രൻ കടുക്കാത്ര, ബിന്ദു വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അയ്യപ്പ ഭക്തർക്കുള്ള പ്രസാദമൂട്ട് നടന്നു. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വ്രതശുദ്ധിയോടെ ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്ന അയ്യപ്പ ഭക്തർക്കായാണ് ഇടത്താവളം ആരംഭിച്ചത്. അന്നദാന മണ്ഡപത്തിന് എതിർവശത്തായി വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കിഴക്കേ മിത്രക്കരി ഗവൺമെന്റ് LP സ്കൂളിലെ ശിശുദിന ആഘോഷം ഏറെ വ്യത്യസ്തമായി. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കിക്കൊണ്ടുവന്ന വിഭവങ്ങൾ ഉൾപ്പെടുത്തി വിപുലമായ സദ്യയാണ് സ്കൂളിൽ നടത്തിയത്. താളും തകരയും എന്ന് പേരിട്ട് നടത്തിയ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു സ്കൂളിൽ സദ്യ നടത്തിയത്. ഓണസദ്യയെ വെല്ലുന്ന രീതിയിലായിരുന്നു സദ്യയുടെ ഒരുക്കങ്ങൾ. ചാച്ചാജിയായ ജവഹർലാൽ നെഹ്റുവിനെ ഓർമ്മിപ്പിക്കുന്ന വിധം വസ്ത്രധാരണം ചെയ്ത് കുട്ടികൾ നടത്തിയ റാലിയും വളരെ ശ്രദ്ധ നേടി. ഹെഡ്മിസ്ട്രസ് P മിനിമോളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ.
നമ്മളിന്ന് ശിശുദിനം ആഘോഷിക്കുകയായിരുന്നു അല്ലേ, കുട്ടികളുടെ ദിനമല്ലേ. അപ്പം നമ്മുടെ ചാച്ചാജിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്മരണയ്ക്കായിട്ടാണ് ശിശുദിനം ആഘോഷിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത മാറ്റുകൂട്ടുവാനായിട്ട് നമുക്കിന്നൊരു സദ്യ, നല്ലൊരു സദ്യ 4ാം ക്ലാസ്സിലെ കുട്ടികൾ നൽകി. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ യൂണിറ്റായ താളം തകരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓണ സദ്യയെ വെല്ലുന്നൊരു നല്ല സദ്യയായിരുന്നു നൽകിയത്. അതിനുശേഷം നമ്മൾ ക്ലാസ് ടൈമിൽ ക്ലാസ് കഴിഞ്ഞു, ധാരാളം മത്സരങ്ങൾ നമ്മൾ നടത്തി അല്ലേ. പ്രസംഗ മത്സരമുണ്ടായിരുന്നു, കവിതാ മത്സരമുണ്ടായിരുന്നു. അതിനുശേഷം റാലി, ഏറ്റവും രസകരമായൊരു റാലിയാണ് നമ്മൾ നമ്മുടെ പാലത്തിൻ്റെ അടുത്ത് വരെ നടത്തിയത് ഇല്ലേ. എല്ലാവർക്കും സന്തോഷമായി. ഇന്നത്തെ സദ്യ എങ്ങനെയായിരുന്നു? ഭംഗിയല്ലായിരുന്നോ? നല്ലൊരു സദ്യയല്ലായിരുന്നോ? ആഘോഷങ്ങളുടെ ഭാഗമായി കലാപരിപാടികളും അരങ്ങേറി. പായസ വിതരണത്തോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത്. ഏതായാലും ഇക്കുറി നടത്തിയ ശിശുദിന ആഘോഷം കുട്ടികൾക്കും അധ്യാപകർക്കും വേറിട്ട അനുഭവമായി. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഈസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഫ്രൂട്ട്സ് ആൻഡ് ഹെർബൽ ഗാർഡൻ നിർമ്മിച്ചു നൽകി. ആശുപത്രിക്ക് ആവശ്യമായ ടെലിവിഷൻ സെറ്റും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനും ക്ലബ്ബ് സമ്മാനിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് 3211 ഗവർണർ സുധി ജബ്ബാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഈ 80 വർഷം തന്നെ അവർ ചെയ്ത ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ, അതിൻ്റെ മറ്റൊരു കമ്പിനേഷനായിട്ട് തന്നെയാണ് ഈ ഒരു 50 വർഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതിൽ ഏറ്റവും നമ്മളെപ്പോഴും കാണുന്നത്, നമ്മൾ എന്ത് ചെയ്താലും സമൂഹത്തിൽ എപ്പോഴും റോട്ടറി എന്ന പ്രസ്ഥാനത്തിന് ഒരു വിസിബിലിറ്റി ഉണ്ടാകണം എന്നതാണ്. അപ്പോൾ ആ ഒരു വിസിബിലിറ്റി ആക്ച്വലി ഈ ഒരു ഹോസ്പിറ്റലിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ ക്ലബിന് ആവശ്യപ്പെടുന്നത് തന്നെ ഏറ്റവും അത്യാവശ്യമുള്ളപ്പോൾ മാത്രമാണ് ചോദിക്കുന്നത്. അത് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും നമ്മളെ ക്ലബ് മെമ്പേഴ്സ് കാണിക്കുന്നത്, അത് തന്നെ ഏറ്റവും വലിയൊരു മനസ്സാണ് നിങ്ങൾ. പിന്നെ ഇത് തന്നെ ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത്, ഏകദേശം 1500ഓളം ആൾക്കാർ ഒരു ദിവസം തന്നെ ഈ ഹോസ്പിറ്റലിൽ വന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു പുതിയൊരു ബ്ലോക്ക് തുടങ്ങുകയും ഈ ബ്ലോക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു നല്ല ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഗ്യാസ്ട്രോ മാത്രമേ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ളെങ്കിൽ ഇനിയും കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരട്ടെ. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഈസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ അജി സരസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ കെ വേണുഗോപാൽ പ്രമേഹ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ, ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ട്രെയിനർ ജി അനിൽകുമാർ, അസിസ്റ്റന്റ് ഗവർണർ കെ എസ് ഗംഗാധര അയ്യർ, RMO ഡോക്ടർ M ആശ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി തെങ്ങണ ഗുഡ്ഷിപ്പേഡ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ വർഗി എബ്രഹാം കാച്ചാണത്തിന്റെ 70ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. നവംബർ 19 തിരുവല്ല വിജയ കൺവെൻഷൻ സെന്ററിലാണ് സപ്തതി ആഘോഷ ചടങ്ങുകൾ നടക്കുക. സപ്തതി ആഘോഷത്തോടനുബന്ധിച്ച് വർഗി എബ്രഹാം കാച്ചാണത്ത് ഫൗണ്ടേഷന്റെയും ഗുഡ്ഷപ്പേഡ് പബ്ലിക് സ്കൂളിന്റെയും നേതൃത്വത്തിൽ തുടക്കം കുറിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചങ്ങനാശ്ശേരിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ സംഘാടകർ വിശദീകരിച്ചു. മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിലൂടെ കരുത്തരായ ഭാവി തലമുറയെ സൃഷ്ടിക്കാനാവുമെന്ന തിരിച്ചറിവാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് തന്നെ എത്തിച്ചതെന്ന് ഡോക്ടർ വർഗി എബ്രഹാം പറഞ്ഞു. വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വേറെ ഏത് ബിസിനസ്സിനേക്കാളും മെച്ചപ്പെട്ടതാണ്. അത് സാമ്പത്തികമായിട്ടുള്ള മെച്ചമൊന്നല്ല ഞാൻ ഈ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഫ്യൂച്ചർ തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിലേക്ക് എനിക്ക് വരാൻ കാരണം ഉണ്ടായത് എൻ്റെ കസിൻസ് ജെംസ് ഗ്രൂപ്പ്, ഗൾഫിലും ഇൻ്റർനാഷണൽ ലെവലിൽ ജെംസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ്റെ അങ്കിളാണ്. ആ നിലയിൽ സ്കൂളുകളുടെ വളർച്ചയും അതിൻ്റെ അവർക്കുണ്ടാകുന്ന അംഗീകാരവും കാര്യങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കി. ഇത് ഒരു പ്രത്യേക ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ചിന്തിച്ച് സ്റ്റെപ്പ് എടുക്കുവാനിടയായി. നവംബർ 19 തിരുവല്ല വിജയ കൺവെൻഷൻ സെന്ററിലാണ് സപ്തതി ആഘോഷ പരിപാടികൾ. വർഗി എബ്രഹാം ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും അന്നേ ദിവസം നടക്കും. ചങ്ങനാശ്ശേരിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഗുഡ്ഷപ്പേഡ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ വർഗി എബ്രഹാം കാച്ചാണത്ത്, മാനേജിംഗ് ട്രസ്റ്റി PP വർഗീസ്, മാനേജർ ജോൺസൺ എബ്രഹാം, അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ഫാദർ TA ഇടയാടി, സെക്രട്ടറി പ്രിജോ K എബ്രഹാം, ട്രഷറർ പ്രിയ K എബ്രഹാം, PTA പ്രസിഡന്റ് സെബിൻ ജോൺ, PRO സിജോ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. വേഴപ്ര മേജർ കൊട്ടാരത്തിൽ ശ്രീഭഗവതി ക്ഷേത്രത്തിൽ നടന്ന സമൂഹ മൃത്യുഞ്ജയ ഹോമം ഭക്തിസാന്ദ്രമായി. ദേവപ്രശ്ന വിധി പ്രകാരം ക്ഷേത്ര പുനരുത്ഥാന പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് സമൂഹ മൃത്യുഞ്ജയ ഹോമം നടത്തിയത്. വൃശ്ചികം 1-ാം തീയതി ശനിയാഴ്ച രാവിലെ 9-ന് ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്.
ദേവപ്രശ്ന വിധി പ്രകാരം ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി നടന്ന സമൂഹ മൃത്യുഞ്ജയ ഹോമത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി രാഹുൽ ശാന്തി, അമൽ ശാന്തി, അനിൽ ശാന്തി തുടങ്ങിയവർ പരികർമ്മികളായ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് സോമൻ, സെക്രട്ടറി രാജൻ കല്ലുമ്മേൽ, വൈസ് പ്രസിഡന്റ് മിനി അജികുമാർ, ഗിരീഷ് നന്ദനം, സുനിൽ വളഞ്ചേരി, സജോമോൻ ഇടത്തിൽ, അഭിഷേക് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെത്തിപ്പുഴ തിരുഹൃദയ ദൈവാലയത്തിൽ പ്രധാന തിരുനാൾ നവംബർ 17 ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 7:30 ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ തോമസ് തറയിൽ തിരുനാൾ കുർബാന അർപ്പിക്കും. നവംബർ 3 ഞായറാഴ്ച വികാരി ഫാദർ തോമസ് കല്ലുകളം CMI കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചതോടെയാണ് ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയത്തിൽ ഇടവക തിരുനാളിന് തുടക്കമായത്. തുടർന്നിങ്ങോട്ട് ഓരോ ദിവസവും പ്രത്യേക ദിനമായി ആചരിച്ചുകൊണ്ടായിരുന്നു തിരുനാൾ കർമ്മങ്ങൾ. നവംബർ 10 ഞായറാഴ്ച ഇടവക ദിനമായി ആചരിച്ചു. നവംബർ 16, 17 തീയതികളിലാണ് പ്രധാന ആഘോഷങ്ങൾ. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുരിശുംമൂടി ജംഗ്ഷനിലേക്ക് പ്രദക്ഷിണം ആരംഭിച്ചു. പ്രദക്ഷിണത്തിന് ശേഷം കലാസന്ധ്യ അരങ്ങേറി. പ്രധാന തിരുനാൾ ദിനമായ നവംബർ 17 ഞായറാഴ്ച രാവിലെ 5:30 വിശുദ്ധ കുർബാനയോടെ പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിക്കും. രാവിലെ 7:15 മെത്രാപ്പൊലിത്ത മാർ തോമസ് തറയിലിനെ മുന്തിരിക്കവലയിൽ നിന്നും പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. 7:30 മാർ തോമസ് തറയിൽ തിരുനാൾ കുർബാന അർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് കൂനന്താനം ചാപ്പലിൽ വിശുദ്ധ കുർബാന ആരംഭിക്കും. കുർബാനയ്ക്ക് ശേഷം തിരുഹൃദയ ദൈവാലയത്തിലേക്ക് തിരുനാൾ പ്രദക്ഷിണത്തിന് തുടക്കമാകും. പ്രദക്ഷിണം സമാപിക്കുന്നതോടെ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങും. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7 മുതൽ തിരുക്കർമ്മങ്ങളുടെ തത്സമയ സംപ്രേഷണം KCV 32 നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും ഉണ്ടായിരിക്കുന്നതാണ്. കണ്ണാടി പടിഞ്ഞാറേമഠം ശ്രീഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭക്തിപൂർവ്വം ആചരിക്കുന്നു. 6-ാം ദിവസം കുചേല സദ്ഗതി അവതരണം നടത്തി. ശനിയാഴ്ച വെളുപ്പിന് 5:30 മഹാഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. ഗ്രന്ഥപൂജ, ഗ്രന്ഥ നമസ്കാരം എന്നിവയ്ക്ക് ശേഷം ഭാഗവത പാരായണം ആരംഭിച്ചു. 11:30 കുചേല സദ്ഗതി അവതരണം. അതെത്രയും സേവിതങ്ങൾ മുകുന്ദനും വാസുദേവായ കുചേല സദ്ഗതിക്ക് ശേഷം വിശേഷാൽ പൂജകൾ നടത്തി. പ്രസാദമൂട്ടിന് ശേഷം ഉച്ചകഴിഞ്ഞ് 2-ന് ഭാഗവത പാരായണം തുടർന്നു. വൈകുന്നേരം 6:30 നാമസങ്കീർത്തനം, ദീപാരാധന, പ്രഭാഷണം, മംഗളാരതി എന്നിവ ക്രമമായി നടത്തി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 6,910 രൂപ, പവന് 55,280 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.